ശ്രീ അരുൺകുമാർ, സ്വാഭാവികമായിട്ടും ഈ ഒരു അന്വേഷണത്തിൻ്റെ ഒരു ഭാഗമായി നിൽക്കുമ്പോൾ പോലീസ് നേരിടുന്ന വലിയ ഒട്ടേറെ വെല്ലുവിളികളുണ്ട്. കൃത്യമായിട്ട് ഈ പ്രതികളുടെ അല്ലെങ്കിൽ തട്ടിപ്പ് സംഘത്തിൻ്റെ സോഴ്സുകൾ കണ്ടെത്തുന്നതിൽ പോലീസിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം ഇന്ത്യയിലെ പല നിയമങ്ങളും ആയിരിക്കില്ല ഈ തട്ടിപ്പ് നടത്തുന്ന സംഘം നിലവിൽ ഇത് പ്രവർത്തിക്കുന്ന രാജ്യത്തിൻ്റെ നിയമം. പോലീസ് നേരിടുന്ന അത്രയേറെ പ്രതിസന്ധികളുണ്ട്, വെല്ലുവിളികളുണ്ട്. എന്താണ് താങ്കൾ പ്രധാനമായും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ക്രൈം ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ട വിഭാഗം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അവർ നേരിടുന്ന പ്രധാനപ്പെട്ട കേസുകൾ എന്തൊക്കെയാണ്? പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഇത്തരം തട്ടിപ്പിനിരയായ ആൾക്കാർ കൃത്യസമയത്ത് തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. പോലീസിന്റെ ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, 1930. ഇതൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെടുകയാണെങ്കിൽ ഉടനെ തന്നെ അവരുടെ കയ്യിലുള്ള തുക പിടിക്കുന്നതിനായിട്ട് ബാങ്കുകൾക്ക് നിർദ്ദേശം, ഈ പോർട്ടലിൽ തന്നെ ഉള്ളൊരു മെക്കാനിസമാണ്. അപ്പൊ പോർട്ടലിലുള്ള തുക അവിടെ പിടിക്കപ്പെടും, ഹോൾഡ് ചെയ്യപ്പെടും നമ്മൾ പറയും. ആ തുക പോലീസ് കോടതിയിലേക്ക് ഒരു 102 CRPC പ്രകാരമുള്ള ഒരു നോട്ടീസ് കൊടുക്കുകയും അത് വിത്ത്ഹോൾഡ് ചെയ്യപ്പെടുകയും അത് കസ്റ്റമറിന് കോടതിയിൽ കൊടുക്കുന്ന കംപ്ലൈന്റിലൂടെ തിരികെ കിട്ടുകയും ചെയ്യും. പക്ഷെ പലപ്പോഴും വളരെ വൈകിട്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് വസ്തുത. പ്രത്യേകിച്ചും ക്രിമിനലുകൾ ഈ തുക മുഴുവൻ പിൻവലിക്കപ്പെട്ടിരിക്കും. അപ്പോൾ ബാങ്കിൽ നിന്ന് നമുക്ക് ആ തുക അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ നിന്ന് ആ തുക തിരിച്ചു കിട്ടാനുള്ള സാധ്യത കുറയുകയാണ് പതിവ്. പിന്നെ അവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ മറ്റ് വസ്തുവകകളിൽ നിന്ന് കണ്ടുകെട്ടി പണം തിരിച്ചു കൊടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട്, കേസ് അല്ലെങ്കിൽ ഒരു തട്ടിപ്പിന് ഇരയായാൽ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതി. പക്ഷെ പലപ്പോഴും ഇത് പുറത്ത് പറയണമോ, അല്ലെങ്കിൽ ഞാൻ ഒരു പ്രത്യേക ഉദ്യോഗത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ ഞാൻ തട്ടിപ്പിന് ഇരയായി എന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ എന്ത് കരുതും, വീട്ടുകാരറിഞ്ഞാൽ എന്ത് കരുതും, നാട്ടുകാരറിഞ്ഞാൽ എന്ത് കരുതും എന്ന് കരുതി താമസിക്കുകയും ചെയ്യുന്ന ഓരോ സമയവും വളരെ നിർണായകമാണ്. ആ 1-2 മിനിറ്റുകൾക്കോ മണിക്കൂറുകൾക്കോ ഉള്ളിലായിരിക്കും തുക ഇത്തരം പ്രതികൾ പിൻവലിച്ചുകൊണ്ടുപോകുന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് ഈ നമ്പർ വിളിച്ച് വരെ അറിയിക്കാം എന്നുള്ളതാണ്. ഇതുകൂടാതെ തന്നെ ഒരു വാട്സാപ്പ് നമ്പറുണ്ട്, 94 97 98 0900 9497 980 900. ഈ നമ്പറുകൾ വിളിച്ചാൽ നമുക്ക് അതിന്റെ ആക്ഷൻ കിട്ടുന്നതാണ്. ഇതുകൂടാതെ തന്നെ cybercrime.gov.in എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. ഈ സൈറ്റിൽ നമുക്ക് ഇത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് പലപ്പോഴും ഈ വിദേശ രാജ്യങ്ങളിലായിരിക്കും. അപ്പോൾ ആ രാജ്യങ്ങളും നമ്മുടെ രാജ്യവും തമ്മിൽ മ്യൂച്വൽ ലീഗൽ ട്രീറ്റി എഗ്രിമെന്റ്, അതായത് പ്രതികളെ കൈമാറ്റം ചെയ്യുന്നതിനുള്ള വ്യവസ്ഥ ഇല്ല എങ്കിൽ അത്തരം രാജ്യങ്ങളൊന്നും ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്നുള്ള ബുദ്ധിമുട്ട് പോലീസ് നേരിടുന്നു. ഇതിൻ്റെ ഒരു വ്യാപ്തി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശ്രീ അരുൺകുമാർ, ഒന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പോലീസിൻ്റെ കമ്മീഷണർ ഓഫീസിൻ്റെ അക്കൗണ്ട് പോലും ഈ പറയുന്ന തട്ടിപ്പ് സംഘം ഒരിക്കൽ അതിൽ നിന്ന് പോലും പണം തട്ടിയിട്ടുണ്ട്. 25,000 രൂപയോളം ഈ തട്ടിപ്പ് സംഘം പോലീസിൻ്റെ ഈ ഒരു അക്കൗണ്ടിൽ നിന്നും തട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് കൃത്യമായിട്ട് പക്ഷേ പോലീസിന് ആ പ്രതികളിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു പണം വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് പൊതുജനം കാണുന്നത്. അപ്പം എത്രമാത്രം സാധാരണക്കാർ സുരക്ഷിതരായിരിക്കും എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു സംശയം വരില്ല. അപ്പോൾ ഇതുകൂടി പോലീസിന് ഈ ഒരു കുറവ് കൂടി പരിഗണിച്ച് കുറച്ചും കൂടി ജാഗ്രത ഇക്കാര്യത്തിൽ പാലിക്കേണ്ടി വരല്ലേ? തീർച്ചയായും പൊതുജനങ്ങളെ അതിന് അവബോധം നൽകുക എന്നുള്ളതാണ് ഇപ്പൊ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൂടുതലായി നടന്നു വരുന്നത്. ഇതിൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളതാണ് പോലീസ്. അപ്പോൾ ഏത് തരം മാർഗങ്ങളിലൂടെയാണ് തട്ടിപ്പിനിരയാകാൻ സാധ്യതയുള്ളത് എന്നത് പൊതുജനങ്ങളെയും മറ്റ് എല്ലാ ആൾക്കാരെയും പോലീസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ക്ലാസ് സൗജന്യമായി ക്ലാസുകൾ കൊടുക്കുന്നുണ്ട്, ഓൺലൈനായും ഓഫ്ലൈനായും. അപ്പൊ അതിൽ നമുക്ക് എവിടെയൊക്കെയാണ് സാധ്യത ഉള്ളത് എന്ന കാര്യം നമ്മൾ വിശദമായി പറഞ്ഞു കൊടുക്കും. ഉദാഹരണത്തിന് നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റിന്റെ അഡ്രസ് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ 1-2 വാക്കുകളോ സ്പെല്ലിങ്ങോ ഒക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ സൈറ്റ് ഇവിടെ കാണാറുണ്ട്. സാധാരണ ആൾക്കാർ അത് എൻ്റർ കൊണ്ട് കയറി പോവുകയാണ് ചെയ്യുന്നത്. അതിലുള്ള ഏതോ ഒരു ലെറ്ററിന്റെ വ്യത്യാസമായിരിക്കും ഈ തട്ടിപ്പ് ലിങ്കുകളിലേക്ക് നയിക്കുന്നത്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്കിന്റെ ഒരു ലിങ്ക് കാണുമ്പോൾ നമ്മൾ 1-2 ലെറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് ആ ലിങ്ക് അവിടെ പ്രത്യക്ഷപ്പെടും. അത് നമ്മൾ യഥാർത്ഥ ബാങ്ക് ആണ് എന്ന് കരുതിയിട്ടായിരിക്കും പലപ്പോഴും അതിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്യുന്നത്. പല ആപ്ലിക്കേഷനുകളും സ്ക്രീൻ മിററിംഗ് ആപ്ലിക്കേഷനുകളാണ്. നമ്മൾ നമ്മളുടെ ഫോണിൽ ചെയ്യുന്ന കാര്യങ്ങൾ മറുപടിക്കുന്ന പ്രതിക്ക് കാണാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട്, എന്റെ ഫോണ് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല,
ATM കാർഡ് ആർക്കും കൊടുത്തിട്ടില്ല, പക്ഷെ പണം പോയി എന്ന് പറയുന്നത് ഇത്തരം സ്ക്രീൻ മിററിംഗ് ആപ്ലിക്കേഷനുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നതാണ്. നമുക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സ്ക്രീൻ മിററിംഗ് ആപ്ലിക്കേഷൻ ആണെന്ന് ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അറിയുകയില്ല. മറുവശത്തുള്ള ടെർമിനലിന് നമ്മളുടെ കയ്യിലുള്ള ലാപ്ടോപ്പോ ഡിവൈസോ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അപ്പോൾ നമ്മളതിൽ ടൈപ്പ് ചെയ്യുന്ന കാർഡ് നമ്പർ, OTP നമ്പർ ശരി തുടങ്ങിയവയൊക്കെ അവർക്ക് ചെയ്യാനും കാണാനും കഴിയുന്നു എന്നുള്ളതാണ്. ശരി.